പൊന്നുരുളിയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ ദീപാവലി വരെ 10 ദിവസം നമ്മൾ ദീപാവലി സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ആണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ റെസിപ്പിയാണ് ജിലേബി. ഈ ഇൻസ്റ്റൻറ്റ് ജിലേബി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പാചകം തുടങ്ങാം. 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഒരു പഞ്ചസാര പാനി തയ്യാറാക്കുന്നു. ലോ ഫ്ലെയിമിലാണ് പഞ്ചസാര പാനി ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ഏലക്ക, 1 ഗ്രാമ്പൂ, 1 നുള്ളു കുങ്കുമപ്പൂവ്. അത് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കി തിളപ്പിക്കുന്നു. ഏകദേശം തിളച്ച് നിർത്താറാകുമ്പോഴേക്കും 1 നുള്ളു ഫുഡ് കളർ, യെല്ലോ, ഓറഞ്ച്, റെഡ് അങ്ങനെ ഏത് കളർ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. പഞ്ചസാര മുഴുവൻ ഉരുകി അതിലേക്ക് നന്നായി തിളച്ചു ചേർന്നു എന്നുറപ്പ് വരുത്തുമ്പോൾ നിർത്താം. ഒരു നൂൽ പരുവം അങ്ങനെയൊന്നും ഇതിനില്ല. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, 1 നുള്ളു ഫുഡ് കളർ, കുറച്ച് വെള്ളം എന്നിവ ഒഴിച്ച് തിക്കായ ഒരു മാവ് തയ്യാറാക്കുന്നു. ഈ കാണുന്ന പോലെ അത്യാവശ്യം കൊഴുപ്പുള്ള എന്നാൽ ഒരുപാട് വെള്ളമായി പോവാത്ത ഒരു മാവ് തയ്യാറാക്കുക. ഇൻസ്റ്റൻറ്റ് ജിലേബി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേരാനുണ്ട്, ഈനോ അഥവാ ഫ്രൂട്ട് സോൾട്ട്. മിക്ക ബേക്കറികളിലും മറ്റും മേടിക്കാൻ കിട്ടുന്ന ഈനോ ഒരു പാക്കറ്റ് മുഴുവൻ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഏകദേശം പകുതി പാക്കറ്റ് അല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെ ഇട്ടാൽ മതി. അത് ചേർക്കുന്ന ഉടനെ തന്നെ നമുക്ക് കാണാം പെട്ടെന്ന് തന്നെ പതഞ്ഞു വരുന്നത്. ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രം ഈനോ ചേർക്കുക. ഇത് ചേർത്ത ശേഷം അധിക സമയം വെക്കരുത്. ജിലേബി ഉണ്ടാക്കാൻ ഒരു സ്ക്വീസർ ബോട്ടിലോ പൈപ്പിംഗ് ബാഗോ ഒന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു പാൽ കവർ മാത്രം മതി. 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയ ശേഷം കട്ടിംഗ് ഉള്ള ഭാഗം കുറച്ചുകൂടെ വൈഡായി കട്ട് ചെയ്യുന്നു. ഒരു ഗ്ലാസ്സിലേക്ക് അത് നന്നായിട്ടൊന്ന് ഇറക്കി വെച്ച് അതിലേക്ക് മാവ് കോരി ഒഴിക്കുന്നു. മുഴുവൻ മാവും എനിക്കിതിലേക്ക് ഒഴിക്കാൻ പറ്റി. മാവ് കൊള്ളാവുന്ന അത്രയും അതിലൊഴിച്ച ശേഷം ഇതേപോലെ നല്ലപോലെ ഒന്ന് കുടഞ്ഞ് മുകൾ ഭാഗമെല്ലാം കൂട്ടി ചേർത്ത് ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടുക. അപ്പോഴേക്കും എണ്ണ നല്ലപോലെ ചൂടായി. കഴിവതും വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുക. സൺഫ്ലവർ ഓയിലോ റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാം. കവറിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് ഒരല്പം ഒന്ന് ഞെക്കി കളഞ്ഞ ശേഷം ജിലേബി ഇതേപോലെ എണ്ണയിലേക്ക് ഒഴിച്ച് വറുത്തെടുക്കുക. ഇരുവശവും ഒന്ന് ഇളം ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിക്കുക. എന്നിട്ട് എണ്ണയിൽ നിന്ന് കോരി പഞ്ചസാര പാനിയിലേക്ക് ചേർക്കുക. വറുത്ത് കോരിയ ഉടനെ തന്നെ പഞ്ചസാര പാനിയിലേക്ക് ഇടണം. എങ്കിൽ മാത്രമേ ഷുഗർ സിറപ്പ് ഇതിലേക്ക് നന്നായി അബ്സോർബ് ചെയ്യുകയുള്ളൂ. അതേപോലെ തന്നെ പഞ്ചസാര പാനിയിൽ ഇട്ട് അധിക സമയം അതിൽ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇരുവശങ്ങളും നല്ലപോലെ ഷുഗർ സിറപ്പിൽ കോട്ടഡായി കഴിയുന്ന ഉടനെ തന്നെ ഇത് കോരി മാറ്റാം. വളരെ സ്വാദിഷ്ടവും നല്ല മണവും നല്ല രുചിയും നല്ല നിറവും എല്ലാം ഉള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ക്രിസ്പി ഇൻസ്റ്റൻറ്റ് ജിലേബി തയ്യാർ. പല ബാച്ചസായി എല്ലാം വറുത്തെടുത്തു. എല്ലാം ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്തും എടുത്തു. ജിലേബി ഉണ്ടാക്കാനുള്ള പല മെത്തേഡ്സിൽ ഒന്ന് മാത്രമാണിത്. മൈദയ്ക്ക് പകരം ഉഴുന്ന് ചേർത്ത് ജിലേബി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ മൈദയോടൊപ്പം ഈനോയ്ക്ക് പകരം പുളിയില്ലാത്ത കട്ടത്തൈരും ബേക്കിംഗ് സോഡയും ചേർത്തും ജിലേബി ഉണ്ടാക്കാം. ദീപാവലി സ്പെഷ്യൽ ക്രിസ്പി ജിലേബി റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.